ഓക്കെ, തുടങ്ങാം. ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ +2 അക്കൗണ്ടൻസി പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്നും അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ചില പ്രത്യേകതകൾ, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ കുറച്ചുകൂടി പ്രോബ്ലത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കാം. നമ്മളിവിടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ്, ഇങ്ങനെ ഒരു സംഗതി കാണാം. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ? കരാറ്, എഗ്രിമെന്റ്. ഓക്കെ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിന്റെ ആർട്ടിക്കിൾസ് എന്നും പറയാം, ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനത്തിലെ പാർട്ട്നേഴ്സ് എഗ്രി ചെയ്തിട്ടുള്ള, എല്ലാവരും ഒരേപോലെ മ്യൂച്വലി എഗ്രീഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഈ ഡീഡിൽ എന്തൊക്കെ ഉണ്ടാവും? ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്ന, ആ പാർട്ട്നേഴ്സ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള, ആ കച്ചവടമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ശരിക്കും ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്, എന്തൊക്കെയാണ് അവരുടെ പേരുകൾ, അവരുടെ അഡ്രസ്സുകൾ, അവരുടെ സ്ഥാപനത്തിന്റെ പേര്, അതിന്റെ അഡ്രസ്സ്, അതെവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, അതിന്റെ ബിസിനസ് നാച്ചർ എന്താണ്, അവരെ ഓരോരുത്തരും കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാണ്, അല്ലെ, അവർ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഏത് റേഷ്യോയിൽ അത് വീതിച്ചെടുക്കും, ഇങ്ങനെ തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ ഡീഡിൽ, ഈ എഗ്രിമെന്റിൽ, ഈ ആർട്ടിക്കിൾസിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഇതൊക്കെ ഉൾപ്പെടുന്ന ആ ഡോക്യുമെന്റിനാണ് നമ്മൾ എന്ത് വിളിക്കാം? പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? വെരി വെരി സിമ്പിൾ ആണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഞാനിപ്പം പറഞ്ഞിട്ടുള്ള ഈ 4-5 പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കണം. ഞാനതിവിടെ ബോർഡിൽ എഴുതുന്നില്ല, നിങ്ങളത് കേട്ടിട്ട് തന്നെ ഒന്നുകൂടെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. എന്തൊക്കെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന സംഗതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംഗതി, അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ട്നേഴ്സ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ബിസിനസ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ട്ണർ, ഓക്കെ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ദി പാർട്ട്നേഴ്സ്, പിന്നെന്താ, നാച്ചർ ഓഫ് ബിസിനസ്, ഓക്കെ, പിന്നെ എന്തൊക്കെയാ, ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ +2 അക്കൗണ്ടൻസിയുടെ പരീക്ഷയ്ക്ക് പലപ്പോഴും തിയറി ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം ഇതിൽ നിന്നും ഒക്കെ വരും. ഓക്കെ, ഈ ഏരിയയിൽ നിന്ന് തിയറി ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കണം. ശരി, നോക്കാം. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ള ഈ എഗ്രിമെന്റുകൾ, ഈ കണ്ടന്റ് ഒക്കെ ഉൾപ്പെടുന്ന ആ ഡോക്യുമെന്റ്, എന്തിനാ ഇതൊക്കെ തയ്യാറാക്കുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് കൂടി ബിസിനസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിൽ എപ്പോഴാണ് അവരുടെ അഭിപ്രായം മാറുക, അവർക്ക് പിന്നെ പരസ്പരം എന്ത് ചെയ്യുന്നത്, പിന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ലാഭം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇത്ര പോരാ, അല്ലെ, ഞാനാണ് കൂടുതൽ വർക്ക് ചെയ്തത്, അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? കൂടുതൽ പരിഗണന തരണം. ഇതുപോലെയുള്ള സംഗതികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം, സ്വത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന സംഗതികളാണ്. അതിന്റെ പേരിൽ ആൾക്കാരെ പെട്ടെന്ന് തെറ്റിപ്പോകും. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും ഇപ്പോഴേ അവർ എഗ്രിമെന്റ് വെക്കുന്നത്. നമ്മളങ്ങനല്ലേ, എല്ലാ കാര്യത്തിനും എഗ്രിമെന്റ് വെക്കും. ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എഗ്രിമെന്റ് വെക്കും. ആ എഗ്രിമെന്റ് അനുസരിച്ചായിരിക്കണം ആ വാടക കൃത്യമായിട്ട് കൊടുക്കുകയും, അല്ലേ, അവിടെ ആള് താമസിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. അല്ലെങ്കിലോ അത് തെറ്റിച്ചു കഴിഞ്ഞാലോ നമുക്ക് എന്ത് ചെയ്യാം? ആ എഗ്രിമെന്റ് പ്രകാരം കേസ് കൊടുക്കാം, അല്ലെ, ആ എഗ്രിമെന്റ് തെളിവാക്കി വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? മൂവ്മെന്റ് നടത്താം. ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്. ഇനി നോക്കിക്കോ, ചില കേസസിൽ എഗ്രിമെന്റ് ഇങ്ങനെ എഴുതുമ്പോൾ ചില പോയിന്റ്സ് ഒക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. എല്ലാ പോയിന്റ്സും എഴുതി വെക്കാൻ പറ്റിയെന്നൊന്നും വരില്ല ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ ചില കേസസിൽ ചില പോയിന്റ്സ് എഴുതി വെക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് നിയമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ആദ്യമേ അഗ്രിമെന്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും. അങ്ങനെ ചില സംഗതികളുണ്ട്. അതിനാണ് ഞാനിവിടെ എന്ത് പറഞ്ഞത്? റൂൾ അപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് എഗ്രിമെന്റ്. എഗ്രിമെന്റ് എഴുതി വെച്ചില്ല എന്ന് വിചാരിക്കുക, ചില സംഗതികളിൽ സ്വാഭാവികമായിട്ടും അതിന് ചില പ്രത്യേക റൂൾ അവിടെ അപ്ലൈ ആവും. പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 അല്ലെങ്കിൽ ലേറ്റസ്റ്റ് പാർട്ട്ണർഷിപ്പ് ആക്ട് ഒക്കെ അനുസരിച്ച് അതിന് ചില നിയമങ്ങൾ അതിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യും.
ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഇങ്ങനെ പറയുന്നില്ല, നമുക്ക് എഴുതുമ്പോൾ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. നോക്കിക്കോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. നിങ്ങൾ നോക്ക്, റൂൾ അപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് എഗ്രിമെന്റ്. എഗ്രിമെന്റ് കൃത്യമായിട്ട് ആദ്യമേ പറഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് അവർ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, സാധാരണ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിനനുസരിച്ച് ഓരോരുത്തർക്കും കിട്ടേണ്ട ലാഭവിഹിതം മാറും. ഞാനിപ്പോൾ ഒരു ബിസിനസ്സിൽ പാർട്ണറായി എന്ന് വിചാരിക്കുക, 5 ലക്ഷം റുപ്യാണ് ഞാൻ കൊണ്ടുവന്നത്. എൻ്റെ കൂടെ മറ്റൊരു പാർട്ണർ ഉണ്ടെന്ന് വിചാരിക്കുക, അയാൾ 10 ലക്ഷമാണ് കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ കൂടുതൽ കൊണ്ടുവന്ന അയാൾക്ക് ലാഭവിഹിതവും കൂടുതൽ ഉണ്ടാവുമല്ലോ, എനിക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പക്ഷെ ഇതൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആദ്യം തന്നെ എഴുതി പറയണം, എഗ്രിമെന്റ് ഉണ്ടാക്കണം. ഇനി എഗ്രിമെന്റ് ഒന്നും പറഞ്ഞില്ല എന്ന് വിചാരിക്കുക, എഗ്രിമെന്റ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ അവസാന ലാഭം കിട്ടിയിട്ട് അയാൾ പറയുന്നത് എനിക്ക് കൂടുതൽ തരണം, ഞാൻ പറയുന്നത് എനിക്കും അതേപോലെ തരണം. അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരും, പ്രശ്നം വരും. അപ്പൊ ആ പ്രശ്നം വന്ന എന്തുകൊണ്ടാണ്, എഗ്രിമെന്റ് എഴുതി വെക്കാത്തതുകൊണ്ട്. അങ്ങനെ എഗ്രിമെന്റ് എഴുതി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് കൂടുതൽ എനിക്ക് കുറവ് അങ്ങനെയൊന്നുമല്ല. അത് എന്ത് ചെയ്യണം, ഈക്വലി ആയിരിക്കണം, ഈക്വലി. ഓക്കെ, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇനി പ്രോഫിറ്റ് നേടുന്ന ഒരു അവസ്ഥയിലേക്ക് ബിസിനസ് എത്തിച്ചേരുകയും, അല്ലെങ്കിൽ ഒരു വർഷം കംപ്ലീറ്റ് വർക്ക് ചെയ്തു, ലാഭം കിട്ടി, അങ്ങനെ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അല്ലാണ്ട് അയാൾക്ക് കൂടുതൽ എനിക്ക് കുറവ് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇതൊരു മെയിൻ പോയിന്റ് ആണ്, പരീക്ഷയ്ക്ക് 1 വേർഡ് ചോദിക്കുന്ന സാധനമാണ്. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെയുള്ള പാർട്ണർ 10 ലക്ഷം കൊണ്ടുവന്നു, ഞാൻ 5 ലക്ഷം കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ എഗ്രിമെന്റ് വെക്കുകയാണെന്ത്, നമ്മൾക്ക് ഓരോ വർഷവും കൃത്യമായിട്ട് ഈ കൊണ്ടുവന്ന ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് നമ്മൾ എടുക്കണം. ഈ ബിസിനസ്സിൽ നിന്ന് ഇൻട്രസ്റ്റ് നമ്മൾ ഓരോ പാർട്ണറും എടുക്കണം. അപ്പൊ അതിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയും. കാരണം നമ്മുടെ ക്യാപിറ്റൽ കൊണ്ടാണല്ലോ ബിസിനസ് വർക്ക് ചെയ്യുന്നത്, ലാഭം ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് നമുക്കൊരു പ്രതിഫലം കിട്ടണം. ലാഭം മാത്രമല്ല, വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ലാഭത്തിന്റെ പോർഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റലിന്റെ മുകളിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പറയും ഇത്ര പെർസെൻറ്റേജ്, എത്ര, ടോട്ടൽ ക്യാപിറ്റൽ 10 ലക്ഷം, 10 ലക്ഷത്തിന്റെ 5% ഇയർലി ഇൻട്രസ്റ്റ് കിട്ടും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജ് ഓക്കെ നമുക്ക് എടുക്കാം. ഇനി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം, എഗ്രിമെന്റേ വെച്ചിട്ടില്ല, അങ്ങനെയാകുമ്പോൾ യാതൊരു ഇൻട്രസ്റ്റും ക്യാപിറ്റലിന്റെ മുകളിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല ബിസിനസ്സിൽ നിന്ന്. അത് നിയമവിരുദ്ധമായി പോകും. നമ്മളെ ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ എടുക്കാൻ പാടില്ല. ഓക്കെ, ഇനി നമ്മൾ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്, ഒരു വർഷത്തിൽ 5% ഇൻട്രസ്റ്റ് എടുക്കാം, ക്യാപിറ്റലിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ പ്രോഫിറ്റബിൾ ആണ് നമ്മുടെ ബിസിനസ് എങ്കിൽ മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കാൻ പറ്റൂ. നമ്മൾ ഈ ക്യാപിറ്റൽ കൊണ്ട് വർക്ക് ചെയ്ത് ആ ബിസിനസ് ലാഭം ഉണ്ടാക്കണ്ടേ. ഓക്കെ, അങ്ങനെ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ മുകളിൽ ആ ലാഭത്തിന്റെ അകത്ത് നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കാം. ഇഫ് ഓൺലി ബിസിനസ് ഈസ് പ്രോഫിറ്റബിൾ. ഓക്കെ, ബിസിനസ് പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് എടുക്കാൻ പറ്റുള്ളൂ, ലാഭം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കാൻ പറ്റുള്ളൂ. ഇത് 1 വേർഡ് ചോദ്യമാണ്, ഓർമ്മിച്ച് വെക്കണം. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മറ്റൊരു സാധനം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നതിനെ കുറിച്ച് യാതൊന്നും എഗ്രിമെന്റ് പറഞ്ഞിട്ടില്ല. ഡ്രോയിങ്സ് അറിയാലോ, നമ്മൾ ഓരോ പാർട്ണറും ബിസിനസ്സിലേക്ക് ഇറക്കിയ പൈസയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പിൻവലിച്ചു കൊണ്ടുപോകുക. നമുക്ക് പിൻവലിക്കാം എഗ്രിമെന്റ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പിൻവലിച്ചു കൊണ്ടുപോകും. അങ്ങനെ പിൻവലിച്ചു കൊണ്ടുപോകും ബിസിനസിന്റെ പൈസയാണ് ഇങ്ങനെ കുറഞ്ഞു പോകുന്നത്. സ്വാഭാവികമായിട്ടും അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥാപനം എന്ത് ചെയ്യൂ, ഇൻട്രസ്റ്റ് അതിന്റെ മുകളിൽ ചാർജ് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇതും എഗ്രിമെന്റിൽ കൃത്യമായിട്ട് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടാവണം. അല്ല എങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എഗ്രിമെന്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ ദർ ഇസ് നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇമ്പോസിബിൾ, അല്ലെങ്കിൽ ഇമ്പോസ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, അത് ഓർമ്മിച്ചേക്കുക. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മറ്റൊരു 1 വേർഡ് ചോദ്യമാണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബിസിനസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്വാഭാവികമായിട്ടും നമ്മുടെ ബിസിനസ്സിന് കുറച്ച് പൈസേൻ്റെ ആവശ്യം വരുന്നു. നമ്മൾ ചിലപ്പം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, പരിചയക്കാരുടെ അടുത്ത് വാങ്ങിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ എന്ന ബിസിനസ്സിലെ ആ പാർട്ട്ണർ പറയാണ്, ഞാൻ തരാം പൈസ ലോണായിട്ട്. ഓക്കെ, എനിക്ക് എന്ത് തന്നാൽ മതി, അതിനുള്ള ഇൻട്രസ്റ്റ് തന്നാൽ മതി. അപ്പൊ ബിസിനസ് പറയും എന്ത്, ഓക്കെ നിങ്ങൾക്ക് അതിന് ഇൻട്രസ്റ്റ് തരാം. ഇൻട്രസ്റ്റ് തരുമ്പോൾ അത് എത്രയാണെന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഇനി അവിടെ നമ്മളത് പറയാൻ വിട്ടുപോയി എന്ന് വിചാരിക്കാം.
അങ്ങനെ പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 6% ഇൻട്രസ്റ്റ് അവിടെ കൊടുക്കണം, നിർബന്ധമായിട്ടും കൊടുക്കണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സാധനം ഇതിന്റെ കേസസിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ലോണിനെ പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ 6% ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുക്കണം, നിർബന്ധം. ഓക്കെ, ആ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ആ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ 6% ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ലാഭം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമല്ല. ലാഭം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, വെദർ ദർ ഈസ് പ്രോഫിറ്റ് ഓർ നോട്ട്, നമ്മളിത് മസ്റ്റ് ആയിട്ടും കൊടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കേസിൽ എന്താ പറഞ്ഞത്, ലാഭം ഉണ്ടെങ്കിലേ കൊടുക്കാൻ പാടുള്ളൂ അല്ലേ? അതൊക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇനി ലാസ്റ്റ്, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. അതായത് നമ്മളെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ 2 പാർട്ട്നേഴ്സ്, അപ്പൊ അതിൽ ഞാൻ മാത്രമാണ് ആ ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളൂ എന്നായിരിക്കാം. മറ്റേ ആൾ പൈസ മുടക്കിയിട്ടേ ഉള്ളൂ, അദ്ദേഹം ബിസിനസ്സിൽ വരാറേ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസസിൽ ഞാൻ പറയും എനിക്ക് സാലറി വേണം. ഓക്കെ, സാലറി തരും, കാരണം ഞാൻ അവിടുത്തെ ഒരു എംപ്ലോയിയും കൂടിയാണ് അല്ലേ. അപ്പൊ ഞാൻ വർക്ക് ചെയ്യാണ്, അപ്പൊ എനിക്ക് സാലറി വേണം, സാലറി കിട്ടും. പക്ഷേ ഈ സാലറിനെ പറ്റി ഞാൻ ആദ്യം ഒന്നും പറഞ്ഞില്ല, അഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് ഒന്നും പറഞ്ഞില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് സാലറി കിട്ടില്ല. അതൊക്കെ നമ്മൾ എഗ്രിമെന്റ് വെക്കുമ്പോൾ ആ സ്പോട്ടിൽ ചെയ്യണം. ഓക്കെ, അല്ലാതെ പിന്നീട് ഒരു വർഷം കംപ്ലീറ്റ് ആയതിനു ശേഷം എനിക്ക് സാലറി വേണം, ഞാനാണ് ഇതുവരെ ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആള്, ഞാനാണ് ഇത് കച്ചവടം തീർത്ത് നടത്തിയത്, ഞാനാണ് ഇതിനു വേണ്ടി മെനക്കെട്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാലറി എടുക്കാൻ പറ്റില്ല. നിയമപരമായിട്ട് അങ്ങനെ എടുക്കാൻ ഉള്ള അവകാശം അവർക്ക് ഇല്ല. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർമ്മിക്കണം. ഇൻ ദി ആബ്സെൻസ് ഓഫ് അഗ്രിമെന്റ് ഓർ പാർട്ട്ണർഷിപ്പ് ഡീഡ്, ഇൻ ദി കേസ് ഓഫ് പ്രോഫിറ്റ് ഷെയറിംഗ്, ദി പ്രോഫിറ്റ് മസ്റ്റ് ബി ഷെയർഡ് ഈക്വലി. ഓക്കെ, in the absence of partnership deed, interest on capital is applicable if there is the business is in profitable situation. Okay, അതാണ് അതിന്റെ സംഗതി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇഫ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ ദി അഗ്രിമെന്റ്. ഓക്കെ, അത് അഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻ ദി കേസ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ദർ മസ്റ്റ് ബി പെയ്ഡ് 6% ഇൻട്രസ്റ്റ് വെദർ ദർ ഈസ് പ്രോഫിറ്റ് ഓർ നോട്ട്. അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ ഓർമ്മിച്ച് വെക്കണം. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്, ദർ ഇസ് നോ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ഇഫ് ദർ ഈസ് സ്റ്റേറ്റഡ്, ഇഫ് ദർ ഈസ് മെൻഷൻഡ് ഇൻ ദി പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ സാലറി ഇല്ല. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഓക്കെ.